കർക്കിടകം ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ശ്രാവണ മാസവും ആരംഭിച്ചിരിക്കുന്ന ദിവസങ്ങളാണ് ഇത്. എന്നാൽ ശ്രാവണ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ശിവപ്രീതിക്കായി ചെയ്യേണ്ട ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കുക. കാരണം ഭഗവാന് അത്രമേൽ വിശേഷപ്പെട്ട മാസമാണ് ഇത്. ഈ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ശിവപ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. കർക്കിടകത്തിൽ ഏറ്റവും പ്രാധാന്യമായ ദിവസം തന്നെയാണ് കർക്കിടക വാവ് അഥവാ കർക്കിടക വാവ് ബലി. വാവുബലി നാൾ പിതൃക്കൾ വീടുകളിൽ വരുന്നു എന്നും നാം അവരുടെ പ്രീതിക്കായി ബലിതർപ്പണം ചെയ്യുന്നു എന്നുമാണ് ഫലം, അഥവാ അത്തരത്തിലാണ് വിശ്വാസം. അതിനാൽ ഒരു വർഷത്തെ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പിതൃക്കൾ നമ്മുടെ മൺമറഞ്ഞ കാരണവന്മാരാകുന്നു. അവർ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കാവൽ ദൈവങ്ങളായി സ്ഥിതി ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അവരുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ഉയർച്ചയും സന്തോഷവും എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. പിതൃക്കളുടെ സന്ദേശകരായി കാക്കകളെ നാം കണക്കാക്കുന്നതുമാണ്. കാരണം അവർ ദൂതരാണ് എന്നാണ് പറയുക. പിതൃലോകത്തു നിന്നും ദൂതുമായി വരുന്ന പക്ഷികൾ. അതിനാൽ വാവിന് മുൻപായി തന്നെ ചില സൂചനകൾ കാക്കകൾ നമുക്ക് നൽകുന്നതുമാണ്. അവ അതീവ ശുഭകരമായ സൂചനകൾ തന്നെയാകണം എന്നില്ല. ചില ദോഷകരമായ സൂചനകളും ലഭിക്കാം. അതിനാൽ തന്നെ ഈ സൂചനകൾ ഒരിക്കലും നിങ്ങൾ അവഗണിക്കുവാൻ പാടുള്ളതല്ല. ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. വിളക്ക് വയ്ക്കുന്നതായ അവസരത്തിലും നിർത്താതെ കാക്ക കരയുന്നതും, രാമായണം പാരായണം ചെയ്യുന്നതായ അവസരത്തിൽ കാക്ക നിർത്താതെ കരയുകയാണ് എങ്കിൽ പിതൃക്കൾ വിഷമത്തിലാണ് എന്നും നിർബന്ധമായും പിതൃബലി നടത്തണം എന്നും അവരുടെ ശക്തി കുറയുന്നു എന്നുമാണ് അർത്ഥമാക്കേണ്ടത്. അതിനാൽ തന്നെ വീടുകളിൽ ദുരിതങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും എന്നുകൂടി മനസ്സിലാക്കുക. മീനൂട്ട് ഉടനെ നടത്തുവാൻ സാധിക്കുന്നവർ ഉടനെ തന്നെ ചെയ്യുക. ഈ വർഷത്തെ വാവുബലി വ്രതശുദ്ധിയോടെ തന്നെ ചെയ്യേണ്ടതുമാകുന്നു. അതല്ല എങ്കിൽ അത് നിങ്ങളുടെ വീടിന് ദോഷമേ നൽകൂ. ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. സന്താനങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെ ഉയർച്ച വന്നു ചേരണം എന്നില്ല. വിവാഹം ആലോചിക്കുന്നവരാണ് എങ്കിൽ ബന്ധം ശരിയാവാതെ നീണ്ടുപോകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ആഹാരം നിത്യവും ചിലരെങ്കിലും കാക്കയ്ക്ക് ആഹാരം നൽകുന്നവരാകുന്നു. കാക്ക പെട്ടെന്ന് ആഹാരം സ്വീകരിക്കുകയാണ് എങ്കിൽ അഥവാ കഴിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് നിസ്സംശയം പറയാം. അത് പിതൃപ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. ആഹാരം സ്വീകരിക്കാതെ നീങ്ങിയിരുന്ന് കരയുകയാണ് എങ്കിൽ അത് പിതൃക്കളുടെ അപ്രീതിയെ, പിതൃപ്രീതി ഇല്ലാത്തതിൻ്റെ സൂചനയെയാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കണം. വാവുബലി നിർബന്ധമായും നിങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം വീട്ടിൽ എന്തോ ദുരന്തം വന്നു ചേരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ആ കാര്യം ശ്രദ്ധിക്കുക. ഇണക്കാക്കുകൾ, നിങ്ങളുടെ വീടുകളിൽ ഇണക്കാക്കുകൾ വരികയും ആഹാരം കൊടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അഥവാ ആഹാരം അവർ പരസ്പരം കൈമാറുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുക. പിതൃപ്രീതിയാൽ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. കലഹങ്ങൾ ഇല്ലാതാകുവാൻ പോകുന്നു, ഐക്യം അല്പമെങ്കിലും വർദ്ധിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം. ഐക്യം, സ്നേഹം വർദ്ധിക്കാൻ പോകുന്നു എന്നും വിവാഹം അനുകൂലമാകാൻ അഥവാ വിവാഹം നടക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി അർത്ഥമാക്കാം. അതിനാൽ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതും ശുഭകരമായി തീരും. കാക്ക കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ഇപ്രകാരം ചെയ്യുന്നത് അത്യപൂർവമായാണ് കണക്കാക്കുന്നത്. കാക്ക കുഴിക്കുന്നു. കാക്ക ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് അത്യപൂർവമായ ഒരു ലക്ഷണമായാണ് കണക്കാക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം.
കാരണം അത്യപൂർവമായ ഈ ലക്ഷണം അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാകുന്നു. നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത വന്നു ചേരുവാനുള്ള സാധ്യതകൾ തെളിയുന്നു. അഥവാ കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ ഒരു പരിധിവരെയെങ്കിലും കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം. ജലം കുടിക്കുന്നതായി കാണുകയാണ്. ഇപ്രകാരം നിങ്ങൾ കാണുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധജലം കുടിക്കുന്നത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ശരിയായ പാത തിരഞ്ഞെടുത്തിരിക്കുന്നു, അഥവാ ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അർത്ഥമാക്കാം. അതിനാൽ തന്നെ ഉടനെ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ പിതൃക്കൾ നിങ്ങൾക്ക് സൂചന നൽകുന്നതാണ്. വാവോടുകൂടി തൊഴിൽ രഹിതരായ വ്യക്തികൾക്ക് അവർ ആഗ്രഹിക്കുന്നതായ തൊഴിലിൽ ഉയർച്ച എന്നിവ വന്നു ചേരാൻ പോകുന്നു എന്നും പ്രധാനമായും നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അഥവാ അത്തരത്തിലുള്ള ചില സൂചനകളാണ് ലഭിക്കുക. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ വന്നു ചേരുന്ന അവസരങ്ങൾ യഥാവിധി പ്രയോഗിക്കുവാൻ അഥവാ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ശ്രമിക്കുക. വീട്ടിലേക്ക് പ്രധാന വാതിലിലൂടെ കാക്ക വീടുകളിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് ദോഷകരമാണ് എന്ന് തന്നെയാണ്. വീട്ടിൽ ഒരംഗത്തിന് ശനിദോഷം ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശനിദോഷം ബാധിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടതായ ഒരു കാര്യം എല്ലാ ശനിയാഴ്ചയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കണം. മുടങ്ങാതെ തന്നെ ദർശനം നടത്തുക. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് ദുരിതങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ ഈ സമയം പരമശിവനെയും അതേപോലെ തന്നെ ശനിയുടെ ഗുരുവായ ഹനുമാൻ സ്വാമിയെയും വചിക്കുക. ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നീലാഞ്ജന വഴിപാട് നടത്തുക. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും പരമശിവനെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റൊന്ന് മുള്ളുള്ള ചെടികളാകുന്നു. മുള്ളുള്ള ചെടികൾ അല്ലെങ്കിൽ തലയില്ലാത്ത തെങ്ങ്, ഉണങ്ങിയ മരത്തിലിരുന്ന് കാക്കകൾ കരയുന്നതാണ് എങ്കിൽ അത് അത്ര ശുഭകരമായ ഫലമല്ല നൽകുക. കാരണം നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു, നെഗറ്റീവ് ശക്തികൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടോത്രം, ശത്രുദോഷങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. വാവോടുകൂടി നിങ്ങൾ കൂടുതലായി വലയാൻ അല്ലെങ്കിൽ അത് ദോഷകരമായ ഫലങ്ങൾ കൂടുതലായി നൽകാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. ഉടനെ ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി ദേവിക്ക് മുടങ്ങാതെ 7 ആഴ്ച നടത്തുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലേ കൂട്ടി ഷീട്ടാക്കി വയ്ക്കുന്നതാണ് ശുഭകരം. വീട്ടുപറമ്പിൽ കാണുകയാണ് എങ്കിൽ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ വഴിപാടായി നടത്തേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിലേക്ക് കാക്ക കൊണ്ടുവന്നിടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതിയുണ്ട് എന്നും വാവുബലി മുതൽ നിങ്ങൾക്ക് തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതേപോലെ തന്നെ കമ്പുകൾ, മരച്ചില്ലകൾ, അതായത് ചെറിയ മരക്കൊമ്പുകൾ, ഇതേപോലെ കമ്പുകൾ കാക്ക വീടുകളിൽ കൊണ്ടുവന്ന് കൊത്തിയിടുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. മണ്ണ് ഇപ്രകാരം കൊണ്ടുവന്ന് ഇടുന്നതും ശുഭകരമായ ലക്ഷണമാണ്. പിതൃപ്രീതിയുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും നിങ്ങൾ അവഗണിക്കുവാൻ പാടുള്ളതല്ല. പിതൃകോപം വന്നു ചേർന്നാൽ അത് ആ വീടിന് വളരെയധികം ദോഷങ്ങൾ നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തന്നെ ഈ പ്രാവശ്യം ബലി ഏവരും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് പിതൃപ്രീതി നൽകും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. അതിനാൽ ഈ കാര്യം ഏവരും പ്രത്യേകം ഓർത്തിരിക്കുക.